ഈ സ്ഥലം എങ്ങനെയുണ്ട്? വളരെയധികം ഉഷാർമെന്റ് ആണ്. ഉഷാർമെന്റ് അത് കൊള്ളാലോ. നല്ല കാലാവസ്ഥ, അടിപൊളി. ഇവിടെ വേനൽക്കാലത്തും ഇഷ്ടമുണ്ടോ? അത് ഏപ്രിലാണെങ്കിലും ശരി, മെയ് മാസത്തിലാണേലും. നല്ല അടിപൊളി വൈബ് സ്ഥലം. ഒരു രക്ഷയില്ല, എന്താ പറയാ. യെസ്, വെൽക്കം ബാക്ക് ടു ശബരി ദ ട്രാവലർ. ശബരി വർഗലയാണ്. എങ്ങനെയാണ് എൻ്റെ ബാക്ക്ഗ്രൗണ്ട്? അടിപൊളിയല്ലേ? ഒരു രക്ഷയില്ലല്ലോ. ഹായ് തമിഴ് നண்பர்கள், எப்படி இருக்கீங்க? എല്ലാവരും നല്ല ഇരിക്കീங்களா? നമ്മളെ കാരണം ഒരുപാട് പേര് ട്രാവൽ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് പേര് യൂട്യൂബൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അതിലൊക്കെ നമുക്ക് വലിയ സന്തോഷമുള്ളൊരു കാര്യമാണ് കേട്ടോ. എന്നാലും ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്, നമ്മളെ കാരണം നമ്മുടെ വീഡിയോസ് കണ്ട് അതിൽ നിന്ന് ഇൻസ്പയറായി തായ്ലൻഡിലായിരുന്ന ഒരു വ്യക്തി തായ്ലൻഡിലെ ജോലി രാജിവെച്ചിട്ട് നാട്ടിൽ വന്നിരിക്കുകയാണ് കേട്ടോ. നാട്ടിൽ വന്നിട്ട് സ്വന്തമായിട്ട് ഇത് ഇങ്ങനെ ഒരു ക്യാമ്പിംഗ് ഒക്കെ തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങളാണ് നമ്മളിന്ന് പങ്കുവയ്ക്കാൻ പോകുന്നത്. അഗെയിൻ വെൽക്കം ബാക്ക് ടു മൂന്നാർ സീരീസ്. യെസ്, അപ്പോൾ നമ്മൾ മൂന്നാറിലെ പൂപ്പാറ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് വന്നിരിക്കുകയാണ് കേട്ടോ. ആക്ച്വലി പൂപ്പാറ നിങ്ങളിൽ പലരും ഒക്കെ വന്നു കാണും. എന്നാൽ ഞാൻ ഇന്ന് പറയാൻ പോകുന്ന പൂപ്പാറ എന്ന് പറയുന്നത് നമ്മുടെ അനൂപ് സഞ്ചരിച്ച വഴികളിലൂടെ, അനൂപ് കേട്ട കഥകളിലൂടെ നിങ്ങൾ അറിയാത്തൊരു പൂപ്പാറയെ കുറിച്ചിട്ടാണ് കേട്ടോ. ഇതാണ് നമ്മുടെ സാരഥി, അല്ലെങ്കിൽ നമ്മളെ ഇനി നയിക്കുന്ന അനൂപ് എന്ന് പറയാം. അനൂപിനെ കുറിച്ചൊക്കെ ഒത്തിരി പറയാനുണ്ട്. അപ്പോൾ അനൂപ്, നമ്മുടെ വണ്ടി ഇവിടെ ഒതുക്കി ഇനി നമ്മൾ ജീപ്പിലാണോ പോകുന്നത്? ഇപ്പോൾ നമ്മൾ വന്നപ്പോൾ ഒരു വൈകുന്നേരം ആയി കേട്ടോ. സൂര്യൻ അങ്ങനെ അസ്തമിക്കാറായി. ഈ ഒരു ലൊക്കേഷൻ തന്നെ അടിപൊളി. അതായത് നമ്മൾ വണ്ടി ഒതുക്കിയ ലൊക്കേഷൻ തന്നെ കിടിലം. പൂപ്പാറന്ന് ജസ്റ്റ് ഒരു 2 കിലോമീറ്റർ അല്ലേ? 2 കിലോമീറ്റർ. അപ്പോൾ നമുക്ക് പതുക്കെ അങ്ങോട്ട് പോയാൽ ഓക്കെ. ബ്യൂട്ടിഫുൾ ഈവനിങ്, ബ്യൂട്ടിഫുൾ സൺസെറ്റ്. ആകാശമൊക്കെ ഇങ്ങനെ വർണ്ണങ്ങളാൽ ചാലിച്ച് നിൽക്കുന്ന ഒരു സമയം രാത്രിയോട് അടുക്കുന്നു. നല്ല തണുപ്പ് വന്നു തുടങ്ങി. റൈറ്റ് ടൈമിനാണ് നമ്മളിവിടെ എത്തിയത്. സോ അതുകൊണ്ടാണ് നമുക്ക് ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു സൺസെറ്റ് നമ്മുടെ ഈ പ്രോപ്പർട്ടിയിൽ നിന്ന് ആസ്വദിക്കാൻ സാധിച്ചത് കേട്ടോ. സൂപ്പർ കേട്ടോ, ഒന്നും പറയാനില്ല. വന്നപ്പോൾ തന്നെ നമുക്ക് ഈ പ്രോപ്പർട്ടി അങ്ങോട്ട് ഇഷ്ടപ്പെട്ടെന്ന് പറയാം. ഹനുവേ, ഇവിടെ വന്നപ്പോൾ തൊട്ട് സഹിക്കാൻ വയ്യാത്ത എന്താണെന്ന് അറിയാമോ? ഇവിടുത്തെ തണുപ്പ്. നമ്മൾ കൊലുക്കുമലയിലും മേഘമലയിലും കൊടൈക്കനാലും ഒക്കെ പോയിട്ടുണ്ട്. പക്ഷെ ഇവിടെ ഈ തണുപ്പും കാറ്റും കൂടെ വരുന്നത് നമുക്ക് സഹിക്കാൻ വയ്യ. അപ്പോൾ ഈ നിങ്ങളെയൊക്കെ ആ ഒരു കാലത്തൊക്കെ ഇത്രയും തണുപ്പുണ്ടായിരുന്നു. ഈ തണുപ്പിനെയൊക്കെ എങ്ങനെയാണ് നിങ്ങൾ അതിജീവിക്കുന്നത്? കൃഷിക്ക് നമ്മൾ കാവലിരിക്കുന്ന സമയത്ത് ഇതിലും തണുപ്പുള്ള സമയം. ചെറിയ ഈ ആഴി ഉണ്ടാക്കിയിട്ട് അതിന് ചുറ്റി ഇരുന്ന തീ കായും. നമ്മൾ ഇന്ന് ക്യാമ്പ് ഫയർ ഇടുന്ന പോലെ അത് ഒരു പണ്ടത്തെ കൾച്ചറായിരുന്നു. പണ്ടത്തെ ഈ ട്രൈബ്സിന്റെ ഒക്കെ വീടിന് നടുക്ക് ഈ ആഴിയുണ്ട്. അതിന് ചുറ്റുമാണ് ഈ മൃഗങ്ങളും മനുഷ്യരും എല്ലാം വട്ടം കൂടി കിടന്നാണ് അവർ ഉറങ്ങുന്നത്, ആഴി ഇട്ടിട്ട്. നമ്മളൊക്കെ ഇതുപോലെ ഇങ്ങനെ തീ കൂട്ടിയിരിക്കുമ്പോൾ അന്ന് തണുപ്പത്ത് ഈ ചൂട് കാരണം പഴുത്ത കാല് വെച്ചാലും അറിയില്ല നമുക്ക്. പിറ്റേ ദിവസം നമ്മൾ എടുക്കുമ്പോൾ കാല് നീറുമ്പോഴാണ് ഈ കാല് ചൂട് കാരണം പൊള്ളിയതായിട്ട് അറിയാം. അതിന് മാത്രം തണുപ്പായിരിക്കും. ആ തണുപ്പ് കാരണം നമ്മൾ കാല് പൊള്ളുന്നതൊന്നും നമുക്ക് അറിയത്തേയില്ല. അമ്മാതിരി തണുപ്പായിരുന്നു അന്നത്തെ കാലത്ത്. ആ തണുപ്പിന് ഇപ്പോഴും ഒരു കുറവില്ല കേട്ടോ. പൂപ്പാറ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഇത്രയും നല്ലൊരു ക്ലൈമറ്റും ഇത്രയും നല്ലൊരു ആംബിയൻസും നമ്മൾ പ്രതീക്ഷിച്ചതേയില്ല കേട്ടോ. അടിപൊളി വൈബാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അത് മനസ്സിലാവും. അതിവിടെ വേനൽക്കാലത്തും ഇഷ്ടമുണ്ടോ? അതാർക്കും പറഞ്ഞാൽ വിശ്വസിക്കത്തില്ല. ആക്ച്വലി വേനൽക്കാലങ്ങളിൽ നൈറ്റിൽ ഈ കോടയും മഞ്ഞും ഉണ്ടാവും. അത് ഏപ്രിലാണെങ്കിലും ശരി, മെയ് മാസത്തിലാണേലും ഇവിടെ ഉണ്ടാവും. അപ്പോൾ എന്തായാലും ഒരു കഥ ഇവിടെ തീർന്നു. ഇനി നമുക്ക് അടുത്ത ഏതെങ്കിലും ഒരു കഥയിലേക്ക് വരാം. ഒരുപാട് കഥകളുണ്ടല്ലോ അനുവിനെ സംബന്ധിച്ചിടത്തോളം. എൻ്റെ അമ്മ, എങ്ങനെയുണ്ട്? ഞാൻ പറഞ്ഞപ്പോൾ വിശ്വസിച്ചില്ലല്ലേ. ഇതാണ് അപ്പോൾ ഇവിടുത്തെ നൈറ്റ് ആംബിയൻസ് എന്ന് പറയുന്നത്.
നിങ്ങൾ വരുമ്പോൾ ഉറപ്പായിട്ട് ജാക്കറ്റ്, സ്വെറ്റർ, ക്യാപ്പ് ഇതൊക്കെ കൊണ്ടുവന്നോ, ഇല്ലെങ്കിൽ ഇവിടെ ഒന്ന് തണുത്ത് മരവിക്കും കേട്ടോ. അപ്പോൾ അതെ, ഇനി ഈ തണുപ്പൊന്ന് മാറ്റാനായിട്ട് നമ്മൾ കുറച്ച് ക്യാമ്പ് ഫയറും അതുപോലെ തന്നെ ബാർബിക്യൂ ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നൈറ്റ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല വിശപ്പും ഒക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നൈസായിട്ട് കുറച്ച് നേരം ക്യാമ്പ് ഫയർ ഒക്കെ കൊണ്ടിട്ട് നമുക്ക് ഡിന്നറിലോട്ട് കിടക്കാം. ഓക്കെ. യെസ്, നല്ല തണുപ്പ്, നല്ല മഞ്ഞ്, ഒപ്പം ദേ നല്ല ചൂടും, നല്ല ചിക്കനൊക്കെ അങ്ങോട്ട് നമ്മൾ ഗ്രില്ല് ചെയ്യാൻ തുടങ്ങുകയാണ്. അത്യാവശ്യം നല്ല വിശപ്പുണ്ട് കേട്ടോ. ആ ഒരു കനലിൻ്റെ ചൂടടിക്കുമ്പോൾ തന്നെ വലിയൊരു ആശ്വാസമുണ്ട്. ഇനി സഹിക്കാൻ വയ്യ, എത്രയും പെട്ടെന്ന് ഇതൊന്ന് ആയി കിട്ടിയാൽ മതി. ഈ ചിക്കനൊക്കെ ക്യാമറയിലൂടെ കാണുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഭംഗി. അത് കാണുമ്പോൾ തന്നെ എനിക്ക് കൊതി ഊറുന്നു കേട്ടോ, നാവിലൊക്കെ വെള്ളം വരുന്നുണ്ട്. അപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ അവസ്ഥയാണ് ഞാൻ ആലോചിക്കുന്നത്. ഇന്ന് കുറേ പേരൊക്കെ പോയി സ്വിഗ്ഗിയിലൊക്കെ ചിക്കനൊക്കെ ഓർഡർ ചെയ്യും. ഈ തണുപ്പത്ത് ഒരെണ്ണം എടുക്കട്ടെ കഴിക്കാൻ. അയ്യോ എൻ്റെ അമ്മോ, തണുപ്പും മഞ്ഞും തണുത്ത മഞ്ഞു തുള്ളികളും എല്ലാം കൂടെ ഇവിടെ ഇരുന്ന് വിറച്ച് കഴിക്കണം കേട്ടോ, ഒരു രക്ഷയില്ല. ഇവിടെ വരുമ്പോൾ ജെൻസ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വാഷ്റൂമിൽ കയറി മാത്രം മുള്ളുക. പബ്ലിക് പ്ലേസിലൊക്കെ മുള്ളിയാൽ ഇതായിരിക്കും അവസ്ഥ. മനസ്സിലായല്ലോ. അപ്പം അന്ന് ഈ മുത്തശ്ശൻ്റെ കാലഘട്ടത്തിലാണല്ലോ അവരിങ്ങോട്ട് വരുന്നത്. ആ സമയത്ത് അവർ വന്നപ്പോൾ ഇവിടെ എന്ത് ഫുഡായിരുന്നു കഴിച്ചിരുന്നതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടോ? ഫുഡൊന്നും ഉണ്ടായിട്ടില്ല. ഫുഡെന്ന് വെച്ചാൽ അന്ന് കൾട്ടിവേഷൻ തുടങ്ങിയിട്ടില്ല. ഓക്കെ. അന്ന് വനഭൂമി അവർക്ക് ഗവൺമെൻറ് ആയിട്ട് പതിച്ചു കൊടുത്ത് അവർക്ക് അന്ന് നെല്ലിവെള്ളമാണ് അവർ കഴിക്കുക. അത് കഴിച്ചാൽ വിശപ്പ് മാറും. അങ്ങനെയാണ്. നെല്ലിവെള്ളം എന്ന് വെച്ചാൽ നമ്മുടെ നെല്ലിക്കയുടെ ഇല പുഴുങ്ങിയിട്ട് അത് വെള്ളം കുടിച്ചിട്ട് അങ്ങനെയാണ് അവർ കൾട്ടിവേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് കുടിച്ചിട്ടാണ് ജീവിച്ചിരുന്നത്. അത് കുടിച്ചാൽ എന്താ വിശപ്പ് കുറയുമെന്നാണ്? വിശപ്പ് കുറയും. പിന്നെ അത് ഒരു എനർജി, നമ്മുടെ ഇപ്പോൾ കഞ്ഞിവെള്ളം കുടിക്കുന്ന പോലെ ഒരു എനർജി. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ കാട്ടിൽ നിന്ന് കിട്ടുന്ന എന്തെങ്കിലുമൊക്കെ പഴങ്ങളും ഇതൊക്കെയൊക്കെയാണ് അന്ന് ഇതുണ്ടായിരുന്നുള്ളൂ. അന്ന് കണ്ടമായിട്ട് കിട്ടുന്ന ആൾക്കാർ ഭയങ്കര ധനികനാരും ഇവിടെ. ഇന്ന് നമുക്ക് ഇവിടെ പാടങ്ങൾക്കൊന്നും വിലയില്ലല്ലോ. അന്നത്തെ കാലത്ത് കണ്ടവള്ളവൻ ഭയങ്കര ധനികനാണ്. അപ്പോൾ ഓക്കെ, എന്തായാലും ഇനി ബാക്കി കഥകൾ പിന്നീടാവാം. എല്ലാ കഥകളുടെ ഇപ്പോൾ നമുക്ക് പറഞ്ഞു കളയണ്ട. അപ്പോൾ ഈ മഞ്ഞ് പെയ്യുന്ന രാവിലെ നല്ല സുഖമുള്ള തണുപ്പത്ത് മൂടി പൊതച്ച് ഉറങ്ങാൻ പോവുകയാണ് കേട്ടോ നമ്മൾ. അപ്പോൾ നാട്ടിലൊക്കെ ചൂടെടുക്കുന്നെങ്കിൽ ഇവിടെ വന്ന് ഇങ്ങനെ സുഖിച്ച് തണുപ്പത്ത് കിടന്നുറങ്ങിക്കോ. ഗുഡ് മോർണിംഗ്. നല്ലൊരു പ്ലസന്റ് മോർണിംഗ്, ഒരു മിസ്റ്റി മോർണിംഗ് കേട്ടോ. ആക്ച്വലി ഇത്രയും നല്ലൊരു ക്ലൈമറ്റിൽ, ഇത്രയും നല്ലൊരു ആംബിയൻസിൽ ഇങ്ങനെ ഇരുന്നൊരു ചായ കുടിച്ചിട്ട് കുറേ കാലമായി. അപ്പോൾ ഞാനൊരു ചായ കുടിച്ചോട്ടെ. യെസ്, അപ്പോൾ ഇതാണ് ഞാൻ പരിചയപ്പെടുത്താനിരുന്ന നമ്മുടെ അനൂപിനെ ഒന്ന് സ്വയം പരിചയപ്പെടുത്തും. അനൂപ് നമ്മളെ വീഡിയോസൊക്കെ കണ്ടിട്ട് തായ്ലൻഡിലെ ജോലിയൊക്കെ ഉപേക്ഷിച്ചിട്ട് ഇവിടെ വന്ന് ക്യാമ്പ് തുടങ്ങിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അനൂപിനെ ഒന്ന് പരിചയപ്പെടുത്തിയേ. ഹായ്, എൻ്റെ ഒരു അനൂപ്. എന്നെ പ്രലോഭിപ്പിച്ച് എന്താ പറയുക, അതായത് ഞാൻ ബേസിക്കലി ഒരു എൻജിനീയറാണ്. ഞാൻ തായ്ലാൻഡിലാണ് വർക്ക് ചെയ്തിരുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ വീഡിയോ ഒക്കെ കണ്ട് അതിനോടൊരു ക്രേസ് തോന്നിയിട്ട് ഞാൻ വിചാരിച്ചു. ആക്ച്വലി അവിടുത്തെ ഒരു ലൈഫ് സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ അവർക്കെല്ലാം ക്യാമ്പിങ് അല്ലെങ്കിൽ ഇതിലൊക്കെ പറഞ്ഞാൽ ഭയങ്കര ക്രേസാണ്. അപ്പം നമുക്കിങ്ങനെ ഒരു പ്രോപ്പർട്ടി ഉള്ളപ്പോൾ അത് ഡെവലപ്പ് ചെയ്യണമെന്നൊരാഗ്രഹം അങ്ങനെ വന്നു. പിന്നെ എൻ്റെ കൂടെ ഒരു ഫ്രണ്ട്, എൻ്റെ ഒരു നിതിൻ എന്ന് പറഞ്ഞൊരു ഫ്രണ്ടുണ്ട്. അപ്പം അവനും ഞാനും കൂടെ ചെയ്ത് തുടങ്ങുന്നത്. ഞാൻ എവിടെ ചെന്നാലും അവിടെ എല്ലാം എന്നെ തിരക്കും മഞ്ഞും മഴയും വരുമെന്നുള്ളതാണ് കേട്ടോ. ഇവിടെ നമ്മളിതേ മഞ്ഞിനെയും മഴയും കൊണ്ടുവന്നു എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ തമ്മിൽ കാണാൻ പോലും പറ്റാത്ത അവസ്ഥയിലേക്ക് മഞ്ഞ് നിറഞ്ഞു എന്നുള്ളതാണ്. മഞ്ഞ് ഉള്ളിലേക്ക് വരും. ഇപ്പോൾ നമ്മളിവിടെ നിന്നൊരു ബ്രീത്ത് എടുക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ, നമ്മളിതേ ഇങ്ങനെ നിന്നിട്ട് ആ ഒരു ബ്രീത്ത് എടുക്കുമ്പോൾ ഉണ്ടല്ലോ, നമ്മുടെ ഈ മൂക്കിക്കൂടെ ആ എയർ ഉണ്ടല്ലോ, അതിലൂടെ മഞ്ഞ് കണങ്ങളിങ്ങനെ അരിച്ചിറങ്ങുന്നത് നമുക്ക് ഫീൽ ചെയ്യും. അമ്മാതിരി തണുപ്പും മഞ്ഞും കേട്ടോ. അത് ഇന്നലെ ഞങ്ങളുടെ കൂടെ ഇവിടെ ക്യാമ്പിലുണ്ടായിരുന്നവരാണ് കേട്ടോ.
അവരാ പോകുന്ന സ്ഥലം ഞാനൊന്ന് കാണിച്ചു തരാം. നമുക്ക് അവിടേക്ക് പോവാം. സത്യത്തിൽ ഞാൻ ഇതുവരെ ചെയ്ത വീഡിയോസിലൊന്നും ഇങ്ങനെ ഒരു ഫ്രെയിം എനിക്ക് ചെയ്യേണ്ടി വന്നിട്ടില്ല കേട്ടോ. ഇവിടെ വന്നപ്പോൾ എൻ്റെ ഗതികേട് കാരണമാണ് എനിക്ക് ചെയ്യേണ്ടി വന്നത്. കാരണം ഈ ഒരു പ്രോപ്പർട്ടിയുടെ ഏറ്റവും കിടിലം വ്യൂ എന്ന് പറയുന്നത് ഇവിടെ ഇരിക്കുമ്പോഴാണ്. അമ്മാതിരി ഫീലാണ്. ഇവിടെ നിന്ന് ഇരിക്കുമ്പോൾ ഉള്ള വ്യൂ ഞാൻ ഒന്ന് കാണിച്ചു തരാം. എന്നിട്ട് എന്നെ തെറി വിളിച്ചോ കേട്ടോ. ഓക്കെ, യെസ്, ഞാൻ പറഞ്ഞാൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? അതായത് അമ്മാതിരി കിടിലം വ്യൂ. നമ്മളൊരു ബസ്സിൻ്റെയൊക്കെ മസനഗുഡി, അതായത് ഊട്ടിയിൽ നിന്ന് നമ്മൾ മസനഗുഡിയിലേക്ക് ബസ്സിൽ വരണം. അപ്പോൾ ദേ ഏറ്റവും ഫ്രണ്ടിലത്തെ സീറ്റിൽ ഇരുന്നാൽ ഇതാണ് നമ്മുടെ ഫീൽ. അതായത് ഏറ്റവും ഫ്രണ്ടിൽ കൊക്കെ ആയിരിക്കും. അതുപോലുള്ളൊരു വ്യൂ ആണ് നമുക്ക് ഇവിടെ വാഷ്റൂമിൽ ഇരുന്നാൽ കിട്ടുന്നത്. ഏറ്റവും നല്ല വ്യൂ ദേ ഈ വാഷ് ബേസിന് ഇരിക്കുന്ന ഒരു ഏരിയ ആണ് കേട്ടോ. ഈ ഒരു സ്ഥലത്തൊക്കെ മുത്തച്ഛനായിട്ട് വന്നതാണല്ലോ. അപ്പോൾ ഈ മുത്തച്ഛനൊക്കെ അന്ന് എങ്ങനെ എവിടെ എത്തിപ്പെട്ടത്? അത് ഈ ആഫ്റ്റർ സെക്കൻഡ് വേൾഡ് വാറിൽ ഇന്ത്യയിൽ ഭയങ്കര ആഹാരമില്ലാതെ വന്നു. അപ്പൊ ആ സമയത്ത് നെഹ്റുവിന്റെ ടൈമില് ഈ ഗ്രോ മോർ ഫുഡ് എന്ന് പറഞ്ഞൊരു സ്കീം ഉണ്ടായിരുന്നു. അന്ന് എങ്ങനെയാന്ന് ഈ നമ്മുടെ ഉപയോഗമില്ലാത്ത വനങ്ങളൊക്കെ വെട്ടിത്തെളിച്ച് ആളുകൾക്ക് കുടിയേറാൻ പറയുന്നത്. അങ്ങനെ സമയത്താണ് പട്ടയം താണുള്ള ഈ പട്ടം കോളനി എന്ന് പറഞ്ഞ ഇത് അനൗൺസ് ചെയ്യുന്നത്. ആ സമയത്താണ് മുത്തശ്ശനൊക്കെ ഇവിടെ എത്തിപ്പെടുന്നത്. പക്ഷെ അന്നത്തെ ബേസിക് ക്വാളിഫിക്കേഷൻ എന്ന് വെച്ചാൽ കയ്യിൽ തഴമ്പുണ്ടാവണം. കയ്യിൽ തഴമ്പുള്ളവനാണ് ഈ നമ്മുടെ ഇന്നത്തെ കാലത്ത് എഡ്യൂക്കേഷൻ ആണല്ലോ ക്വാളിഫിക്കേഷൻ. അന്നത്തെ കാലത്ത് കൃഷി ചെയ്യാൻ കാര്യപ്രാപ്തി ഉള്ളവനാണ് ഈ ലാൻഡ് അസൈൻ ചെയ്യുക. അങ്ങനെ ലാൻഡ് അസൈൻ ചെയ്യുന്ന കുടിയേറ്റ കർഷകരെ ഗവൺമെന്റ് തന്നെ പ്രൊമോട്ട് ചെയ്ത് കൊണ്ടുവന്നതാണ് ഈ നാട്. പക്ഷെ അന്ന് ഞാൻ വിചാരിച്ചിരുന്നത് എല്ലാവർക്കും ഇനി വന്ന് കൃഷി ചെയ്യാൻ പറ്റുമെന്നുള്ളായിരുന്നു. അങ്ങനെയല്ലായിരുന്നു. അതായത് അധ്വാനശീലരായ ആളുകൾക്ക് ഭൂമി പതിച്ചു കൊടുക്കുക. അങ്ങനെയാണ് കൂടുതൽ കോട്ടയം കാഞ്ഞിരപ്പള്ളിയുള്ള ആളുകളെല്ലാം ഇവിടെ വന്ന് സെറ്റിലായത്. എന്തായാലും ഇന്നൊക്കെ ആയിരുന്നെങ്കിൽ ഉറപ്പായിട്ടും എനിക്ക് കിട്ടിയാനായിരുന്നു കേട്ടോ. കാരണം ഇപ്പം എല്ലാവരും ചിന്തിക്കുന്നത് ഞാൻ വലിയ കോർപ്പറേറ്റ് കമ്പനിയിലൊക്കെ വർക്ക് ചെയ്തിട്ട് എങ്ങനെ കയ്യിൽ എനിക്ക് തഴമ്പ് വരുമെന്നുള്ളതാണ്. ഞാൻ കാണിച്ചു തരാം കേട്ടോ. കഷ്ടപ്പെട്ട് പണിയെടുക്കുന്ന ഒരു മനുഷ്യനാണ് ഞാൻ. അതുകൊണ്ട് തന്നെ എൻ്റെ കയ്യിൽ തഴമ്പുകൾക്ക് ഒരു കുറവുമില്ല. കാണാൻ പറ്റുന്നുണ്ടോ? തഴമ്പ് കാണുന്നുണ്ടോ? ഓക്കെ, യെസ്, നമ്മുടെ ആ മലപ്പുറത്തെ ടീം തിരിച്ചു പോവുക കേട്ടോ. അവർ രാവിലെ തന്നെ ചെക്കൗട്ട് ചെയ്ത് പോവുകയാണ്. അവർക്ക് ഇപ്പോൾ തന്നെ തണുപ്പൊക്കെ എൻജോയ് ചെയ്ത് മതിയായി. ഇതുപോലെ ഇങ്ങനെ മഞ്ഞും മഴയും ഒക്കെ ആസ്വദിച്ചിരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ കിട്ടുന്നൊരു ഫീലുണ്ട് കേട്ടോ. വേറെ ലെവലാണ്. ഇത് കാണുമ്പോൾ പലർക്കും കൊതിയാവുന്നുണ്ടായിരിക്കും ഇങ്ങനെ ഇരുന്ന് കഴിക്കാൻ കേട്ടോ. അങ്ങനെയുള്ളവരൊക്കെ ഇത് കഴിച്ചിട്ട് എനിക്കിത് ഒരു വീഡിയോ എടുത്തിട്ട് ഇൻസ്റ്റയിൽ ടാഗ് ചെയ്തു. ഓക്കെ, പല മഞ്ഞും മഴയും ഉള്ള സ്ഥലങ്ങളിലും ഞാൻ പോയപ്പോഴൊക്കെ അവിടെ പുട്ടും കടലായിരുന്നു. അതിൻ്റെ സീക്രട്ട് എന്താണെന്ന് മനസ്സിലാവുന്നില്ല കേട്ടോ. നമ്മൾ പോളൂരിൽ ശശിയേട്ടൻ്റെ അവിടെ പോയപ്പോൾ അവിടെ ക്യാരറ്റ് പുട്ടായിരുന്നു. നമ്മുടെ കാര്യാട് സിബിച്ചായൻ്റെ അവിടെ പോയപ്പോൾ ഇതേപോലെ മഞ്ഞും മഴയും ആസ്വദിച്ചിരുന്ന് കഴിച്ചപ്പോൾ അവിടെയും പുട്ടായിരുന്നു. അതെന്താണെന്ന് മനസ്സിലാവുന്നില്ല. അനുവേ, പൂപ്പാറ എന്ന് പേര് വന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ, അർത്ഥമുണ്ടോ? അത് ഈ പറയുന്ന ഒരു ഹിസ്റ്ററി എന്ന് വെച്ചാൽ ഈ തൊണ്ടമാൻ എന്ന് പറഞ്ഞൊരു കിങ് അദ്ദേഹത്തിന്റെ കിങ്ഡം ഉപേക്ഷിച്ചിട്ട് നമ്മുടെ കേരളത്തിലോട്ട് വന്നെന്നും ആ സമയത്ത് അദ്ദേഹത്തിന്റെ രാജ്യം കാണാനായി ഈ കുന്നിന്റെ ഏറ്റവും മുകളിൽ ഒരു കൊട്ടാരം പണിതെന്നും ആ കൊട്ടാരത്തിൽ നിന്ന് നോക്കിയാൽ അദ്ദേഹത്തിന്റെ കിങ്ഡം അല്ലെങ്കിൽ രാജ്യങ്ങളെല്ലാം കാണാമെന്നും ആയിരുന്നു വിശ്വാസം. ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ രാജകുമാരി താമസ സ്ഥലമാണ് രാജകുമാരി എന്നും സേനാപതി എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. ആ സേനാപതി, അതായത് അദ്ദേഹത്തിന് സൈന്യാധിപൻ താമസിച്ച സ്ഥലമാണ് സേനാപതി എന്നും നിറയെ പൂക്കളുള്ള സ്ഥലമാണ് പൂപ്പാറയെന്നും അതിൽ പേത്തൊട്ടി, അതിന് പൂത്തൊട്ടി എന്നാണ് പറയാ. പൂത്തൊട്ടിന്ന് പൂ അറുത്ത് വെക്കുന്ന തൊട്ടി കൊണ്ടുവന്ന അത് തമിഴ് ഇതാണല്ലോ. അങ്ങനെ ഉണ്ടെന്നും അങ്ങനെയാണ് ഇവിടുത്തെ പേരുകളെല്ലാം. ശരിക്കും പറഞ്ഞാൽ ഈ ഓരോ പേരിനും കറക്റ്റ് അർത്ഥങ്ങളാണ്. രാജാവിനെയും രാജഭരണത്തെയും ഡിപ്പെൻഡ് ചെയ്താണ് ഈ സ്ഥലം. രാജാവ് താമസ സ്ഥലം രാജാക്കാട്, രാജകുമാരി
സേനാപതി, പൂപ്പാറ, പേത്തൊട്ടി, ഇതെല്ലാം ആ ഹിസ്റ്ററി ആയിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഈ അടുത്തടുത്ത സ്ഥലങ്ങളാണ് ഇതെല്ലാം. യെസ്, അപ്പോൾ നിങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലമാണ് മൂന്നാർ. മൂന്നാറിൽ വരുമ്പോൾ ഈ പൂപ്പാറ, സേനാപതി, അതുപോലെ രാജാക്കാട് ഒക്കെ വരുമ്പോൾ ശബരി ദ ട്രാവലറിനെ മെൻഷൻ ചെയ്യാൻ മറക്കണ്ട കേട്ടോ. ഓക്കെ, ഈ സ്ഥലങ്ങളുടെയൊക്കെ കഥ എന്താണെന്നുള്ള മനസ്സിലായില്ലേ? ഓരോ സ്ഥലത്തിനും ഓരോ അർത്ഥമുണ്ട്, അതിൻ്റെ പിന്നിൽ ഓരോ കഥയുണ്ടെന്നുള്ളതായിരുന്നു. ഒരു രാജാവിനെയും രാജകുടുംബത്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ഒരു നാട്ടിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇത് ഉച്ച സമയമാണ് കേട്ടോ. ഈ ഉച്ച സമയത്ത് പോലും ഇവിടെ ഇങ്ങനെ മഞ്ഞ് പെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ എനിക്കൊരു ആഗ്രഹം, ലോകത്തിലെ ഏറ്റവും വലിയ ലഹരി എന്താണെന്നറിയാമോ? അത് പ്രകൃതിയാണ്. അത് മനസ്സിലാക്കി കഴിഞ്ഞ് ആ ലഹരിക്ക് അടിമപ്പെട്ടാലുണ്ടല്ലോ, പിന്നെ നമുക്കൊരു തിരിച്ചുവരവ് ഉണ്ടാവത്തില്ല. അതാണിത് ഇവിടെ കിടന്ന് ഞാൻ ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നത്. എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയ ലഹരി എന്ന് പറയുന്നത് പ്രകൃതിയാണ് കേട്ടോ. മികച്ച ഡോക്യുമെന്ററിക്കുള്ള ദ നീൽഗിരി താർ അവാർഡ് യാത്രികരും മാധ്യമ പ്രവർത്തകനുമായ ശബരി വർക്കലയ്ക്ക് തമിഴ് സിനിമാ താരം ഭാഗ്യരാജ് സമ്മാനിച്ചു. 1950 നീലഗിരി മലനിരകളിൽ കാണാതായ ഡെക്കോട്ട വിമാനത്തിന്റെ കഥ പറയുന്ന ദ ലോൺ സെന്റിനൽസ് ഓഫ് ദ നീലഗിരി ഫോറസ്റ്റ് എന്ന ഡോക്യുമെന്ററിക്കാണ് പുരസ്കാരം. യെസ് ഫ്രണ്ട്സ്, അങ്ങനെ നമ്മുടെ ഡോക്യുമെന്ററിയെ കുറിച്ചിട്ടുള്ള ഒരു ന്യൂസ് ഏഷ്യാനെറ്റ് ന്യൂസിൽ വന്നു. അടിപൊളി. അതെന്താ ഇത്രയും നല്ലൊരു ക്ലൈമറ്റിൽ നമ്മൾ പ്രകൃതിയെ ഇങ്ങനെ സ്നേഹിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് വേറൊരു ഹാപ്പി ന്യൂസ് നമുക്ക് വന്നത്. എന്തായാലും താങ്ക് യു ഏഷ്യാനെറ്റ് ആൻഡ് താങ്ക് യു കൃഷ്ണരാജ്. അടിപൊളി. ലൈഫിലെ ചില നിമിഷങ്ങളുണ്ടല്ലേ, ലൈഫിൽ നമ്മൾ ഒരിക്കലും മറക്കാത്ത നിമിഷങ്ങൾ ചില ഇടങ്ങളിലെത്തുമ്പോൾ നമുക്ക് സമ്മാനിക്കും. അത്തരത്തിൽ ഈ ഇടം എനിക്ക് സമ്മാനിച്ച ഒരു ബ്യൂട്ടിഫുൾ മൊമെൻ്റാണ് ഇപ്പോൾ കണ്ടത് കേട്ടോ. യെസ്, മനോഹരമായിട്ടുള്ള ഏലക്കാടുകളിലിടയിലൂടെയാണ് നമ്മൾ ഈ പ്രോപ്പർട്ടിയിലേക്ക് പോകുന്നത് കേട്ടോ. അപ്പോൾ ഈ ഏല വഴികളിലൂടെ ഇങ്ങനെ നടക്കുമ്പോൾ എനിക്ക് അടുത്ത അനൂപിൻ്റെ അടുത്ത് ചോദിക്കാനുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഇപ്പം നമ്മൾ ഈ ഏല വഴിയിലൂടെയാണ് അവിടെ എത്തുന്നത്. അതെ. പക്ഷെ ഇവിടത്തേക്കൊക്കെ ഈ ഏലം വന്ന വഴി എങ്ങനെയാണ്? ഇത് ഫസ്റ്റ് ഏലം ഒരു അനുഭവമായിരുന്നു. പിന്നീട് മൺട്രോ നമ്മുടെ മൺട്രോ തുരുത്ത് കേട്ടിട്ടുണ്ടല്ലോ? പിന്നെ മൺട്രോ സാഹിബാണ് ഇവിടെ ഏലം വ്യാവസായ കൃഷി ചെയ്യാൻ തുടങ്ങുന്നത്. ഓക്കെ, അത് നമ്മുടെ ഇന്ത്യയിൽ നല്ല ലോകത്ത് ആദ്യം തന്നെ ഏലകൃഷി വ്യാവസായാടിസ്ഥാനത്തിൽ കൃഷി ചെയ്ത് പാമ്പാടും പാറ നമ്മൾ വരുന്ന വഴിക്ക് കുറെ പാറകളുണ്ടല്ലോ, പാമ്പാടും പാറ. അപ്പം ഈ പാമ്പാടും പാറയാണ് ആദ്യത്തെ ഇതുണ്ടാകുന്നത്. അന്ന് അവിടുത്തെ മൊത്തം ഇഞ്ചക്കാടുകളൊക്കെ നിറഞ്ഞ ഭയങ്കര വനമായിരുന്നു. ഇഞ്ചക്കാട് എന്ന് പറഞ്ഞ മുൾച്ചെടികൾ. ഈ മുൾച്ചെടികൾ ആരും അന്നത്തെ തൊഴിലാളികൾ ആരും ഈ ഇറങ്ങി കൃഷി ചെയ്യാനോ അത് ചെയ്യാൻ തയ്യാറാവില്ല. അപ്പൊ അന്നത്തെ കഥ എങ്ങനെയാന്ന് വെച്ചാല്, മൺട്രോ എന്ന് പറഞ്ഞ സായിപ്പും ഇന്നത്തെ ആളുകളും ഈ പൊന്നാണയങ്ങൾ ആ മുൾച്ചെടികളിലോട്ട് എറിയാറുണ്ട്. അപ്പൊ അതെടുക്കാനായിട്ട് ആളുകൾ അത് വെട്ടി ക്ലീൻ ചെയ്ത് അങ്ങനെയാണ് അവിടുത്തെ ആദ്യത്തെ ഏലത്തോട്ടം വരുന്നത്. ആ ഏലത്തോട്ടം സക്സസ്ഫുൾ ആയ ശേഷം അദ്ദേഹം ഇത് പൂഞ്ഞാർ രാജവംശത്തിൽ നിന്ന് ലീസിനെടുക്കണം. പൂഞ്ഞാർ എന്നാൽ നമ്മുടെ തിരുവിതാംകൂറിന്റെ സാമന്ത രാജ്യമായിരുന്നു പൂഞ്ഞാർ രാജവംശത്തിൽ നിന്ന് ലീസിനെടുത്തൊക്കെയാണ് നമ്മുടെ ഈ തേയിലത്തോട്ടങ്ങളും ഈ പ്ലാന്റേഷനൊക്കെ വരുന്നത്. അങ്ങനെയാണ് ഇവിടെ ഏലകൃഷി തുടങ്ങുന്നത്. ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറയുമ്പോൾ ഏതൊരു സഞ്ചാരിയുടെ മനസ്സിലേക്ക് ആദ്യം കടന്നു വരുന്നത് ഒരൊറ്റ പേരാണല്ലേ, പ്രത്യേകിച്ച് കേരളീയരെ സംബന്ധിച്ചിടത്തോളം മൂന്നാർ. അത് കഴിഞ്ഞിട്ടാണ് ബാക്കി പ്രിഫറൻസ് എന്ന് പറയാം. അപ്പോൾ മൂന്നാറിൽ നിങ്ങൾ ഇന്ന് വരെ കാണാത്ത ഒരു കിടിലം പ്രോപ്പർട്ടിയിലാണ് ഞാൻ നിൽക്കുന്നത്. ഇന്ന് വരെ കാണാത്തതെന്ന് ഉറപ്പിച്ച് പറയാൻ റീസൺ എന്ന് പറയുന്നത് ഇത് ഇപ്പോൾ റീസെൻ്റ്ലിയാണ് ഓപ്പൺ ആയത്. അപ്പോൾ നമ്മുടെ പൂപ്പാറ എന്ന് പറയുന്ന മനോഹരമായിട്ടുള്ള ഒരു സ്ഥലത്താണ് ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ക്യാമ്പിംഗ് ഉള്ളതെന്ന് പറയാം. നമുക്കിവിടെ നിന്ന് കാണാൻ സാധിക്കുന്നത്, ഭാഗ്യമുണ്ടെങ്കിൽ കാണാൻ സാധിക്കുന്നത് നമ്മുടെ മീശപ്പുലിമലയും കൊളുക്കുമലയും അതുപോലെ തന്നെ ചൊക്രമുടിയും ഒക്കെയാണ്. നിങ്ങളൊക്കെ വരുമ്പോൾ ചിലപ്പോൾ അത് കാണാൻ സാധിക്കും, ഇടയ്ക്കിടയ്ക്ക് ചിലപ്പോൾ കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേ ആ സ്പോട്ടിൽ തന്നെ അപ്പോൾ തന്നെ മിസ്റ്റ് വന്നങ്ങ് മറച്ചളയാട്ടോ. മനോഹരമായിട്ടുള്ള പൂപ്പാറ എന്നതേ നമ്മൾ വൈൻഡപ്പ് ചെയ്ത് ഇറങ്ങാൻ പോവാണ് കേട്ടോ. അനൂപിൻ്റെ ഈ ഒരു സ്വർഗ്ഗം നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അനൂപിൻ്റെ കുറച്ചെന്തോ പുതിയ പദ്ധതികളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. എന്താ നമ്മളിപ്പോൾ ഏതായാലും ഇതുപോലെ ഈ ട്രാവലിങ്ങിനോടും ഇതിനോടൊക്കെ ഒരു പാഷനേറ്റ് ആളുകൾക്കെടുത്ത് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റും നോക്കുന്നുണ്ട്. അപ്പം ഇതിലൊരു ജസ്റ്റ് ഒരു 5 lakhs സ്റ്റാർട്ട് ചെയ്യുന്ന പോലെ ചെറിയ കോട്ടേജസുകൾ അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാൾക്കാർക്ക് ഒരു 40% പ്രോഫിറ്റ് ഷെയറിങ്ങിൽ 5 years കോൺട്രാക്റ്റിൽ നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ 40% ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ടിന് 40% നമ്മൾ തിരിച്ചും കൊടുക്കും, പ്ലസ് പ്രോഫിറ്റും ഷെയർ ചെയ്യാനാണ് പ്ലാൻ. അങ്ങനെയൊക്കെ. അതേപോലെ തന്നെ അവരുടെ പ്രോപ്പർട്ടിയാണ്, അവർക്ക് ഈ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് ഇയർലി ഒരു 10 days 12 days ഇവിടെ വന്ന് സൗജന്യമായിട്ട് തന്നെ താമസിക്കാൻ പറ്റുന്നതാണ്. അപ്പം അങ്ങനെ ഒരു പ്ലാനാണ് ഞാൻ വർക്കൗട്ട് ചെയ്യുന്നത്. ഏതായാലും കോൺടാക്ട് ചെയ്യുക, നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ്
അറിയിക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ സ്പോട്ട് എന്ന് പറയുന്നത്. നമ്മുടെ പൂപ്പാറയിലെ ആർബർ ഹിൽസ് ആണ് ഈ ക്യാമ്പിൻ്റെ പേര്. അപ്പോൾ കോൺടാക്ട് നമ്പർ ഞാൻ ഇവിടെ കൊടുത്തിരിക്കാം. എല്ലാവരും കോൾ ചെയ്യുക, വരിക. ഓഫ് റോഡ് റൈഡേഴ്സിനൊക്കെ പറ്റിയൊരു സ്പോട്ടാണ്. അല്ലാതെ നിങ്ങൾ ഓൺ വെഹിക്കിളിലാണെങ്കിലും നമുക്ക് പാർക്ക് ചെയ്തിട്ട് വെറും 10 മിനിറ്റ്സ് നടന്നാൽ മതി, ഇവിടെ എത്തിച്ചേരാൻ പറ്റും. ഇനി ബസ്സിൽ വരുന്നവർക്കാണെങ്കിൽ നേരെ പൂപ്പാറ വന്നു കഴിഞ്ഞാൽ അവിടെ നിന്ന് ഓട്ടോയിൽ ഇവിടെ എത്തിച്ചേരാൻ പറ്റും. ഇനി അവർ അഡീഷണൽ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് വേണമെങ്കിൽ കൊലുക്കുമലയൊക്കെ പോകാനായിട്ട് നമ്മുടെ ജീപ്പ് അറേഞ്ച് ചെയ്ത് തരും. എവിടത്തേക്ക് പോകണം, ചൊക്രമുടി പോകാനാണെങ്കിലും ഒക്കെ നമുക്ക് ഇവിടെ നിന്ന് ഈസിയാണ്. ഓക്കെ, അപ്പോൾ ഇത് ഇത്രയാണ് നമ്മുടെ ക്യാമ്പിലെ വിശേഷങ്ങളെന്ന് പറയാം. ബാക്കി വിശേഷങ്ങളൊക്കെ നിങ്ങൾ എനിക്ക് പറഞ്ഞു തരും ഇവിടെ വന്നിട്ട്. ഓക്കെ, ഓരോ യാത്ര പറച്ചിലുകളും ഓരോ വേദനയാണല്ലേ. ഇത്തവണത്തെ യാത്ര പറച്ചില് ഞാൻ പങ്കുവയ്ക്കുന്നത് കഴിഞ്ഞ എൻ്റെ വീഡിയോ, ഒരു നാഷണൽ അവാർഡ് കിട്ടിയ വീഡിയോ ഞാൻ പങ്കുവച്ചായിരുന്നു. അപ്പോൾ അതിൽ ഞാൻ ഇനി റെഗുലറായിട്ട് ചിലപ്പോഴേ വീഡിയോസ് ഇടുകയുള്ളെന്ന് പറഞ്ഞായിരുന്നു. സോ അതിന് വന്ന ഒരു കമൻറ്റാണ് ഞാനിവിടെ വായിക്കുന്നത് കേട്ടോ. ഈ വീഡിയോ കണ്ടപ്പോൾ ഒത്തിരി സന്തോഷമായി. പക്ഷേ വീഡിയോയുടെ ലാസ്റ്റ് എന്തോ ഒരു വിഷമം പോലെ. ഇനി ഇതുപോലുള്ള വീഡിയോസ് ഉണ്ടാവില്ലേ? എൻ്റെ പല യാത്രകളും ഏട്ടൻ്റെ വീഡിയോസ് കണ്ടിട്ടാണ് ഞങ്ങൾ പോകാറ്. ജോലിയെല്ലാം കഴിഞ്ഞ് വീട്ടിൽ വിശ്രമിക്കുമ്പോൾ എൻ്റെ ഏറ്റവും വലിയ എൻ്റർടൈൻമെൻറ്റ് അല്ലെങ്കിൽ ഒരു ആശ്വാസം ഇതുപോലുള്ള വീഡിയോസുകളാണ്. യൂട്യൂബിൽ പല വീഡിയോസുകളുണ്ടെങ്കിലും എനിക്ക് ഏട്ടൻ്റെ വീഡിയോസ് വലിയൊരു ആശ്വാസമാണ്. ഒരുപക്ഷെ ഞാൻ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു വീഡിയോസാണ് എനിക്ക് പലപ്പോഴും കിട്ടാറ്. എനിക്ക് പോകണം, കാണണമെന്ന് തോന്നാറില്ല. സ്ഥലങ്ങളും നേച്ചർ ഫ്രണ്ട്ലി ആയിട്ടുള്ളതും പോയിട്ടില്ലെങ്കിലും ആ പോയ ഫീൽ ആ വീഡിയോസിന് കിട്ടാറുണ്ട്. എനിക്ക് 2 കുട്ടികളുണ്ട്, ട്വിൻസാണ്. അവരും എന്നെപ്പോലെയാണ്. അവർക്ക് ഇപ്പോൾ മുതുമല നാഷണൽ പാർക്കും ബന്ദിപ്പൂറും നന്നായിട്ടറിയാം. 4 വയസ്സേ ആയിട്ടുള്ളൂ. ട്രിപ്പ് പോകാമെന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഈ 2 സ്ഥലങ്ങളുമാണ് പറയാം. എൻ്റെ ഹസ് എൻ്റെ അടുത്ത് പറയും, ഞാൻ ഗർഭിണിയായിരിക്കുമ്പോൾ ഇങ്ങനത്തെ വീഡിയോസ് കണ്ടിട്ടാണ് അവർക്കും ഇത് വന്നതെന്ന്. വീഡിയോസ് ഒരിക്കലും നിർത്തല്ലേ. ദിസ് ഈസ് മൈ റിക്വസ്റ്റ്. നിങ്ങളെ അറിയാതെ നിങ്ങളെയും നിങ്ങളെ വീഡിയോസിനെയും സ്നേഹിക്കുന്ന ഒത്തിരി പേരുണ്ട്. എല്ലാത്തരം വിജയങ്ങളും ഉണ്ടാവട്ടെ. ഐശ്വര്യ കൊയിലാണ്ടി. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസാണ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് നിങ്ങൾ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒപ്പം തന്നെ ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ അതുപോലെ തന്നെ എൻ്റെ ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റയിലും ഞാൻ യാത്രാ വിവരണങ്ങളും കുറേ വീഡിയോകളൊക്കെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ പറ്റുന്നുള്ളവർ അതും കൂടെ ഫോളോ ചെയ്തേക്കണം.